من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്ത് എന്ന് പറയുന്ന കിതാബിന്റെ വിശദീകരണത്തോടുകൂടിയുള്ള ക്ലാസ്സാണ് നടന്നു വരുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട മുഖവുരയ്ക്ക് ശേഷം ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മരിച്ചുപോയ ആളുകളോടും അതുപോലെ ഈത്തപ്പനയോട് പോലും വിളിച്ചു പ്രാർത്ഥിച്ച ആ കാലഘട്ടത്തിലെ ശിർക്കിൽപ്പെട്ട മുസ്ലിം നാമധാരികളായ ആളുകൾ ഉന്നയിച്ച സംശയങ്ങളും അതിനുള്ള മറുപടികളുമാണ്. അതിലെ ഒന്നാമത്തെ സംശയവും അതിനുള്ള മറുപടിയും, രണ്ടാമത്തെ സംശയവും അതിന്റെ പകുതി മറുപടിയും കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ പാടില്ല എന്നതിന് തെളിവായി തൗഹീദിന്റെ ആളുകൾ വിശുദ്ധ ഖുർആനിലെ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതുമ്പോൾ ഷെയ്ഖിന്റെ കാലഘട്ടത്തിലുള്ള ഖുബൂരികളായ ആളുകൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്, ഈ നിങ്ങൾ ഓതുന്ന ആയത്തുകളൊക്കെ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ പ്രതിഷ്ഠകളെ, ബിംബങ്ങളെ ആരാധിച്ച ആളുകളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ്. ആ ആയത്തുകൾ ഞങ്ങൾക്ക് തെളിവല്ല എന്നതാണ്. അതിന്റെ മറുപടി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അതിന്റെ ചുരുക്കം, ആ ആയത്തുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല, നബിമാരും ഔലിയാക്കളുമായ ആളുകളെ ആരാധിച്ചതിനെ സംബന്ധിച്ച അത് ശിർക്കാണെന്ന് സ്ഥാപിക്കുന്ന ആയത്തുകളും ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന വാദം ശരിയല്ല. അതിന്റെ അനുബന്ധമായി അന്നത്തെ ഖുബൂരികളായ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യം, മക്കയിലെ മുശ്രിക്കുകൾ അവർ ആരാധിച്ചത് വിഗ്രഹങ്ങളെയാണ്, പ്രതിഷ്ഠകളെയാണ്, കല്ലും മരങ്ങളും ഒക്കെയാണ്. ഞങ്ങൾ ഇടയാളന്മാരായി സ്വീകരിക്കുന്നത് അത്തരം കല്ലോ മരമോ ചെടികളോ ഒന്നുമല്ല, വിഗ്രഹങ്ങളെയുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളെയാണ്. ഈ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്ന അവരെയും ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ആരാധിച്ച വിഗ്രഹങ്ങളെയും എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപോലെയാക്കാൻ സാധിക്കുക? ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗമായി വന്നിട്ടുള്ളത്. ഇതിനുള്ള മറുപടി ഇവർ പറയുന്ന സ്ഥാപിച്ച അടിസ്ഥാനം തന്നെ തകർന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അതായത് ശിർക്കിനെ എതിർക്കുന്ന ആയത്തുകളൊക്കെ വിഗ്രഹങ്ങളെ ആരാധിച്ച ആളുകളെ കുറിച്ചാണ്, ഔലിയാക്കളോട് ദുആ ചെയ്തവരെ സംബന്ധിച്ചല്ല എന്ന് പറയുന്ന അടിസ്ഥാനം തന്നെ തെറ്റാണ് എന്ന് വരുമ്പോൾ ഈ രണ്ടാമത്തെ ഉപചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഗ്രഹങ്ങളെ മാത്രമല്ല, ഈസാ നബിയെ, അതുപോലെ തന്നെ ഈസാ നബിയുടെ ഉമ്മ മറിയമിനെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, മലക്കുകളെ, പിന്നെ ലാത്ത് എന്ന് പറയുന്ന ഹാജിമാർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന സാലിഹായ ഒരു മനുഷ്യനെ, നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ വദ്, സുവാഴ്, യഹൂത്ത്, യഹൂത്ത്, നസ്ർ എന്ന് പറയുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി ഇമാം ബുഖാരിയിലും മറ്റും വന്നിട്ടുള്ള ഹദീസുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കല്ലും മരങ്ങളെയും മാത്രമല്ല നബിമാരെയും സ്വാലിഹീങ്ങളെയും ഒക്കെ നബിയുടെ കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലുമുള്ള ഖുബൂരികളായ ആളുകൾ ആരാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു തെളിവും ഇതിലില്ല. മാത്രമല്ല, വിഗ്രഹങ്ങളോട് ഔലിയാക്കന്മാരെ നിങ്ങൾ സാദൃശ്യപ്പെടുത്തുകയാണോ എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തിലെ അല്ലെങ്കിൽ മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ആരാധിച്ച ആരാധനയെ ശിർക്കാണെന്ന് പറഞ്ഞത് അവർ എന്തിനെ ഇടയാളന്മാരാക്കി, അത് കല്ലാണോ, മരമാണോ, മുട്ടിയാണോ, മനുഷ്യരാണോ, മുസ്ലിങ്ങളാണോ, കാഫറുകളാണോ എന്ന് നോക്കിയല്ല. മറിച്ച് അള്ളാഹു ശിർക്കാണ് എന്ന് പറഞ്ഞ വിഷയം എന്തിനടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ ഇടയാളന്മാരെ നിശ്ചയിച്ചു എന്നതാണ് വിഷയം. അപ്പോ ഷെയ്ഖിന്റെ കാലഘട്ടത്തിലാകട്ടെ ഇന്നത്തെ കാലഘട്ടത്തിലാകട്ടെ ഇടയാളന്മാരായി സ്വീകരിക്കുക എന്ന വിഷയം ആരിലുണ്ടോ അത് ശിർക്കാണ്. ഇടയാളന്മാരാക്കിയത് കല്ലിനെയാണോ, മരത്തെയാണോ, നബിയെയാണോ എന്നതല്ല വിഷയം. അത് എല്ലാം, ഈ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഇടയാളന്മാർ
ഇടയാളന്മാരാക്കുക, അവയോട് ദുആ ചെയ്യുക എന്ന് പറയുന്നതിൽപ്പെട്ടതാണ്. അത് ഒരു ജിൻസാണ്, ഒരു വർഗമാണ്. അതിൽ ഒരു ഇനം മാത്രമാണ് വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ആരാധിച്ചു എന്നത്. ആ വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും സ്ഥാനത്ത് നബിയെയോ മലക്കിനെയോ സാലിഹ്യങ്ങളെയോ ആരെ ഇടയാളന്മാരാക്കിയാലും അത് ഈ പറയുന്ന ജിൻസ് എന്തിനെ ഇടയാളന്മാരാക്കുക എന്ന ഇനത്തിൽ അല്ലെങ്കിൽ ആ വർഗത്തിൽ എല്ലാം ഉൾപ്പെടുന്നു എന്നതാണ്. എന്നാൽ ഇവരുടെ വാദപ്രകാരം അവർ എന്തിനെയാണോ ഇടയാളന്മാരാക്കിയത് അതാണ് പരിഗണിക്കേണ്ടത്, വിഷയമല്ല പരിഗണിക്കേണ്ടത് എന്നതാണ് ശൈഖിന്റെ കാലഘട്ടത്തിലെ ആളുകൾ ചോദിച്ചത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന, എന്നാൽ ശിർക്ക് ചെയ്യുന്ന, മരിച്ചുപോയ ആളുകളോട് ദുആ ചെയ്യുന്ന, ജാറങ്ങളിൽ നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളുകൾ പറയുന്ന ന്യായവും ഇതേ ന്യായമാണ്. ഇത് ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലെയും മുശ്രിക്കുകളുടെ വാദങ്ങൾ ഒന്നാണ്, ന്യായങ്ങളും ഒന്നാണ്, അവർക്ക് അവരോട് നൽകാനുള്ള മറുപടിയും ഒന്നാണ്. കാരണം ഒക്കെ ഒന്നാണ്. അപ്പൊ പുതിയ മറുപടി ഇല്ല. ഇത് നേരത്തെ എങ്ങനെയാണ് ഇവരോട് മറുപടി പറയേണ്ടത് എന്നത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ നബിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ അതേ ന്യായങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിലെ ആളുകൾ ഉന്നയിച്ചത്. അതേ വാദമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള വബൂരികളും സമസ്തക്കാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മരത്തെ, കല്ലിനെ, വിഗ്രഹങ്ങളെ, പ്രതിഷ്ഠകളെ ഒന്നും ആരാധിക്കുന്നില്ല. നബിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ള വസ്തുക്കളെയാണ്, കല്ലിനെയാണ് ആരാധിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ സ്ഥിരമായി പറയുന്ന ഒരു ന്യായമാണ്. അതുകൊണ്ട് വഹാബികളെ, നിങ്ങൾ ഓതുന്ന ആയത്ത് ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വയല് എവിടെങ്കിലും അറിയാതെങ്കിലും കേട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ന്യായം കേട്ടിട്ടുണ്ടാവും. എഴുതി വെച്ചു നമുക്ക് കാണാം. അപ്പോ ഇവിടെ വിഷയമെന്ത്? ആ വിഷയം അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നതാണ്. അത് ആരായാലും ശരി, സ്വീകരിക്കുന്നത് ഏതാളെയാണ് ഇടയാളനാക്കുന്നത് എന്നതല്ല വിഷയം. ഇനി അത് പരിഗണിച്ചാൽ പോലും നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നബിയുടെ കാലഘട്ടത്തിലും മുമ്പുള്ള കാലഘട്ടത്തിലും വിഗ്രഹങ്ങളെ ആരാധിച്ചവരുണ്ട്, ബിംബങ്ങളെ ആരാധിച്ചവരുണ്ട്, അതുപോലെ തന്നെ ഔലിയാക്കളെ ആരാധിച്ചവരുണ്ട്, സാലിഹ്യങ്ങളെ ആരാധിച്ചവരുണ്ട്, സിദ്ദീഖത്തായ മറിയമിനെ ആരാധിച്ചവരുണ്ട്. ഇങ്ങനൊക്കെ എല്ലാറ്റിനെയും ആരാധിച്ചവരുണ്ട്. ഇതൊക്കെ ശിർക്കാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളിലും അതുണ്ട്. ഇപ്പം മുഹമ്മദ് നബിയോട് നേരിട്ട് ദുആ ചെയ്യുന്ന, സ്വർഗം ചോദിക്കുന്ന, ഹിദായത്ത് ചോദിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ. അതുപോലെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് തരണം എന്ന് ആവശ്യപ്പെട്ടത് ഈ മലപ്പുറത്ത് മഅദീൻ നഗറിൽ ഒരു റമദാനിന്റെ 27 രാവിൽ നടത്തിയിട്ടുള്ള ഒരു ദുആ, ഒരു പച്ചയണിഞ്ഞ ഒരു മനുഷ്യൻ കണ്ണ് ചിമ്മി കരഞ്ഞു ചോദിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതാരാണ് ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഇനി ജാഹിലിയത്തിലെയും ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെയും കാലഘട്ടത്തിലുള്ള ആളുകൾ മരങ്ങളെ ആരാധിച്ചതുപോലെ നമ്മുടെ നാട്ടിലും മരവള്ളികളെ ആരാധിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കല്ലിനെ അന്നത്തെ കാലഘട്ടത്തിൽ ആരാധിച്ചു. ഇന്നത്തെ ആളുകളും നമ്മുടെ നാട്ടിൽ ഈ നാട്ടുകല്ല് എന്ന് പറയുന്ന മണ്ണാർക്കാടിനും പാലക്കാടിനും അടക്കമുള്ള ആ സ്ഥലത്തിന്റെ പേര് തന്നെ നാട്ടുകല്ല് എന്ന് വന്നത് ഒരു കല്ലിനെ നാട്ടി അവിടെ ആരാധിക്കുന്നു എന്നതുകൊണ്ടാണ്. പിന്നെ ജാറങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് അന്നുണ്ടായിരുന്നു. നൂഹ് നബിന്റെ കാലം തൊട്ട് ശിർക്കിന്റെ ആളുകൾ തുടങ്ങി വെച്ചതാണ്. അത് ജൂത ക്രിസ്ത്യാനികളിൽ ഉണ്ടായി. പിന്നെ മുസ്ലിങ്ങളിലേക്ക് വളർന്നു വന്നു. അബ്ബാസിയ കാലഘട്ടത്തിലും മറ്റും അതിന്റെ തുടർച്ചകളുണ്ടായി. ആരിൽ നിന്ന്? ഈ ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷിയാക്കളുടെ പങ്കാളിത്തവും അവരുടെ ഭരണം മൂലം ഇത് ലോകത്ത് വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഷിയാക്കളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നു. അപ്പൊ എല്ലാ ഇനങ്ങളും നമ്മുടെ നാട്ടിലുമുണ്ട്. ഒന്നും ഇല്ലാത്തതില്ല. ഒരു പക്ഷേ മറ്റെവിടെയും ഇല്ലാത്ത ചില പുതിയ ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടു എന്ന അത്ഭുതമേ അതിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, എന്തിനെ ഇടയാളനാക്കുന്നു എന്നതല്ല വിഷയം, ഇടയാളന്മാരാക്കുക എന്നതാണ് വിഷയം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ഔലിയാക്കളോടും അമ്പിയാക്കളോടും സഹായം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഒരുപോലെയാവുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പറഞ്ഞതൊക്കെ ഇവരിലുണ്ട്. ഇനി അതല്ല, വിഷയമാണ് പരിഗണിക്കേണ്ടത്. ഇടയാളന്മാരാക്കുക എന്ന കാരണം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ ശുക്കുണ്ട് എന്നതാണ്. അതല്ലാതെ ഇവരുടെ വാദപ്രകാരം അന്നത്തെ ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും വിഗ്രഹങ്ങളല്ലാത്ത, കല്ലും മരങ്ങളും അല്ലാത്തവയെ ആരാധിക്കാം, അവയോട് സഹായം ചോദിക്കാം എന്ന് കിട്ടുകയില്ല. കാരണം എന്തുകൊണ്ട് അള്ളാഹു അത് ശിർക്കാണെന്ന് പറഞ്ഞു? ആ കാരണം ഏത് പ്രവർത്തനത്തിലുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോ അബ്ദുൽ ഖാദർ ജീലാനിയോട് സഹായം ചോദിക്കുന്നവർ, മുഹമ്മദ് നബിയോട് ചോദിക്കുന്നവർ, അതുപോലെ തന്നെ ഏതെല്ലാം ജാറങ്ങളിൽ കിടക്കുന്ന ആളുകളുണ്ടോ അവരോട് ചോദിക്കുന്നവരൊക്കെ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തികളായി ഇവരെ കൊണ്ടുവരികയും എന്നിട്ട് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ഇവരോട് ചോദിക്കുകയും ചെയ്യുന്നു. ഇതെന്നാണ് സലാഹുവിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളും ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളും ചെയ്തത്. ഇതല്ല എങ്കിൽ അവർ കല്ലിനെയാണ് ആരാധിച്ചത്, അപ്പൊ കല്ലിനെ ആരാധിച്ചാലേ ശിർക്കാവുള്ളൂ
എന്നാണെങ്കിൽ ഇപ്പൊ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അവർക്ക് മാത്രം ബാധകമാണ്, അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് കള്ള് ഹറാമാക്കി ഇസ്ലാം. കള്ള് നന്നായി കുടിച്ചിരുന്ന ആളുകളായിരുന്നു അറബികൾ. ചരിത്രമൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഘട്ടം ഘട്ടമായി ഇസ്ലാം കള്ള് വിരോധിച്ചു. അന്നത്തെ കാലഘട്ടത്തിലുള്ള കള്ളെന്താ? നല്ല മുന്തിരി പ്രത്യേക രീതിയിൽ, അതുപോലെ തന്നെ സുർക്ക അത് കള്ളാക്കി മാറ്റുക, ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്നും ഫലവർഗ്ഗങ്ങളിൽ നിന്നുമൊക്കെ കള്ള് ഉൽപ്പാദിപ്പിച്ച് അത് കാച്ചി ഉണ്ടാക്കുന്നതാണെങ്കിലും സുർക്കയാക്കി മാറ്റുന്നതാണെങ്കിലും ശരി, അതാണ് അന്നത്തെ കാലഘട്ടത്തിൽ ലഹരിയായി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇന്ന് കാണുന്ന സാധനങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന മറ്റേ പനമ നിൽക്കണത്തെ കള്ള്, അല്ലെങ്കിൽ രണ്ടു തരം പനണ്ടല്ലോ, ഈ ആനക്ക് കൊടുക്കുന്ന കരിമ്പന എന്ന സാധനം, അതുപോലെ തന്നെ ഈ പാലക്കാട് തമിഴ്നാട്ടിലൊക്കെ കാണുന്ന കരിമ്പന്തെങ്ങ് എന്ന് പറഞ്ഞ ഇതിൽ നമുക്ക് കള്ളുണ്ടാക്കും. ഇതേ രീതിയിൽ മുന്തിരിയിൽ നിന്ന് നബിന്റെ കാലഘട്ടത്തിൽ കള്ളുണ്ടായി. അപ്പൊ അത് മാത്രമേ കള്ളാവുകയുള്ളൂ, ബാക്കിയൊന്നും കള്ളല്ല, അത് കുടിക്കാം എന്ന് ഇവര് പറയോ. അപ്പൊ ഇന്ന് കഞ്ചാവുണ്ട്, അവീനുണ്ട്, പിന്നെ മൂക്കിൽ വലിച്ചു കയറ്റുന്നതുണ്ട്, നാവിനടിയിൽ വെക്കുന്നതുണ്ട്, അണ്ണാക്കിൽ ഒട്ടിക്കുന്നതുണ്ട്, കുത്തിക്കയറ്റുന്നതുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. അപ്പൊ ഈ സാധനമൊക്കെ നബിന്റെ കാലത്തുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓതുന്ന ആയത്ത് ഞങ്ങൾക്ക് ബാധകമല്ല. അത് ഈ പറഞ്ഞ മുന്തിരിച്ചാറ് കള്ളാക്കുന്നതിനെ കുറിച്ചാണ് ഇസ്ലാം വിലക്കിയത്. അതുകൊണ്ട് അവീൻ കഴിക്കാം, കഞ്ചാവ് അടിക്കാം എന്നിവർ പറയേണ്ടി വരും. സൗദിന്റെ ചില ഭാഗത്തുണ്ട്, യമനിലുണ്ട് ഒരു തരം ചെടി, കാത്ത് എന്ന് പറയുന്നത്. കാത്ത് എന്നാണ് അതിന്റെ പേര്. നല്ല ഇലകളോടുകൂടി തിങ്ങി വിളുന്നത്. സൗദിന്റെ ചില ഭാഗത്തുണ്ട്. ഇത് ഈ യമനിലുള്ള ഷിയാക്കളായ, നമ്മൾ പേപ്പറിൽ ഹൂത്തി എന്ന് വായിക്കുന്ന ഹൂസി എന്നാണ്. ഹൂസികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഇത് ഹലാലാണെന്ന് വിശ്വസിച്ച് തിന്നുന്ന ആളുകളാണ്. സൗദിയിൽ നിന്ന് യമനിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ നടക്കുന്നത് പോലെ ലോഡിന്റെ ഇടയിൽ ഈ സാധനം കയറ്റി വെച്ചിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതിന് വേറെ അധികം കുറച്ച് പൈസ അധികം കിട്ടും. സൗദിയിലെത്തിയാൽ പിടിച്ചാൽ കുടുങ്ങി ഇത് ജാതി കടപ്പൊക്കെ ഉണ്ട്. അപ്പോ ഇത് ശരിക്കും എന്താ, ഇവരുടെ വാദം അനുസരിച്ച് കാത്ത് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. കാരണം കാത്തിനെ കുറിച്ച് ഖുർആനിലെ ഹദീസിലോ പറയില്ല. അപ്പൊ എന്താ നോക്കേണ്ടത്? എന്തുകൊണ്ട് മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കിയ കള്ള് ഹറാമാണ് എന്ന് ഇസ്ലാം പറഞ്ഞു? അത് ലഹരി ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ടാണ്. അപ്പൊ ലഹരി ഉണ്ടാക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് ഉപയോഗിക്കുന്നത് ഒക്കെ ഹറാമാണ്. ഞാൻ നിങ്ങൾക്ക് മറ്റേ വിഷയം മനസ്സിലാണ് പറഞ്ഞത്. അള്ളാഹുവിനും സൃഷ്ടികൾക്കും ഇടയിൽ ഇടയാളന്മാരെ വെച്ചത് ശിർക്കാണ്. അവിടെ എന്തിനെ ഇടയാളനാക്കി? വിഗ്രഹമാണോ, മനുഷ്യനാണോ, വലിയാണോ, സാധാരണക്കാരനാണോ, മുസ്ലിമാണോ, കാഫറാണോ എന്നല്ല നോട്ടം. ഇടയാളന്മാരെ ഉണ്ടാക്കുക. ഏതുപോലെ കുടിക്കുന്ന വസ്തു ലഹരി ഉണ്ടാക്കുന്നതാണോ? എങ്കിൽ പാടില്ല. അപ്പൊ നബിന്റെ കാലഘട്ടത്തിലുള്ളതേ ഞങ്ങൾ കുടിക്കാതൊക്കെയുള്ളൂ, കഞ്ചാവ് അടിക്കാം എന്നിവർ പറയേണ്ടി വരും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചൂതാട്ടമുണ്ട്. ആ ചൂതാട്ടം എന്ന് പറയുന്നത് അത് സ്വന്തം ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് അത് ആ കിട്ടുന്ന പൈസ അവര് ആളുകൾക്ക് ധർമ്മമായി സദഖയായി വിതരണം ചെയ്തിരുന്നു എന്ന് പോലും കാണാൻ പറ്റും. പക്ഷേ ചൂതാട്ടത്തെ ഇസ്ലാം വിലക്കി. ഇന്നമൽ ഖംറു വൽ മൈസിറു, അതുപോലെ തന്നെ ഖിമാർ, മൈസിർ, ഖിമാർ, ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോ ഇന്ന് ഈ പറയുന്ന കുബൂരികളായ ആളുകൾ പറയുന്ന ന്യായം വെച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തുള്ള ലോട്ടറി സംവിധാനങ്ങൾ. അപ്പൊ ലോട്ടറി എന്ന് പറയുന്നത് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. നബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേക ഭാഗ്യപരീക്ഷണ കൂലുകളും അതൊക്കെ ഉപയോഗിച്ചിട്ട് നടത്തിയിരുന്ന സംഗതികൾ മാത്രമേ ഹറാമുള്ളൂ. ലോട്ടറി ഹലാലാണ് എന്ന് പറയോ? ഇല്ല. ഈ ചൂതാട്ടം എന്ന് പറയുന്നത് സാമ്പത്തിക അഴിമതിയാണ്, ആളുകളെ ചൂഷണം ചെയ്യലാണ്. ഒരുത്തന് ലാഭവും മറ്റവന് നഷ്ടവും ഉണ്ടായാൽ നഷ്ടമുള്ളവനിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരു പ്രത്യേക അധ്വാനമൊന്നും കൂടാതെ ഒരുത്തൻ കയ്യിലാക്കുക എന്ന ഏർപ്പാടാണ്. അതേ സംഗതിയാണ് ഈ പറയുന്ന ലോട്ടറി സംവിധാനത്തിലുള്ളത്. നറുക്കുള്ളവന് കിട്ടുന്നു, മറ്റവന് പൈസ പോകുന്നു. അതുപോലെ തന്നെ ഈ മറ്റ് വേറെയും പല സാമ്പത്തികമായ നമ്മളെ കാണുന്ന ടിക്കറ്റ് എടുക്കുന്ന ലോട്ടറി മാത്രമല്ല, അതല്ലാത്ത ഓൺലൈൻ ലോട്ടറികളുണ്ട്. ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നതല്ല, അതിന് ഇസ്ലാം പറഞ്ഞ കാരണം എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് ഇന്ന കാര്യം ശിർക്കാണ്, ഇന്ന കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞത്, അതാണ് പരിഗണിക്കേണ്ടത്. അതുണ്ടെങ്കിൽ ആ കാര്യം ശിർക്കാണ്, ആ കാര്യം ഹറാമാണ്. അപ്പോ ഇടയാളന്മാരാക്കുന്നത് കല്ലിനെ ആയാലും വിഗ്രഹത്തെ ആയാലും പ്രതിഷ്ഠയായാലും നബിയെ ആയാലും വലിയനെ ആയാലും ഷെയ്ഖിനെ ആയാലും ബീവിയെ ആയാലും പാവയെ ആയാലും സന്യാസിയെ ആയാലും സ്വാമിയെ ആയാലും അച്ഛനെ ആയാലും അമ്മയായാലും ആരെ ആക്കിയോ അതൊക്കെ ശിർക്കാണ്. അപ്പൊ ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ എന്ന് പറയുന്ന ആള് ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ദലായിലുർ റുസൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇത്തരം ആയത്തുകളെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ ചില മുഫസ്സിറുകൾ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ടാവും. ഈ
ആയത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചവരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. ഇന്ന ആയത്ത് നസാറാക്കളെ കുറിച്ച്, നമ്മൾ മലയാളത്തിൽ നസറാണി എന്ന് പറയുന്നത് അറബി വാക്കാണ്. നസ്രാനി അതിന്റെ ബഹുവചനാണ് നസാറ. നമ്മൾ മലയാളത്തിൽ പറയും നസറാണി എന്നറിയും, അത് അറബി വാക്കാണ്. നസ്രാനി ക്രിസ്ത്യാനി. അപ്പൊ നസാറാക്കൾ ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ഇന്നത് ജൂതന്മാരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്ന് ആയത്ത് ഇറങ്ങിയത് ആരുടെ കാര്യത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറയും തഫ്സീറിൽ അല്ലെ കിതാബില്. അപ്പൊ അത് കേൾക്കുന്ന ചില വിവരദോഷികളായ ആളുകൾ മനസ്സിലാക്കും ആ ആയത്ത് അവർക്ക് മാത്രം ബാധകമാണ്. അപ്പൊ അത് തെറ്റാണ്. കാരണം ഇവിടെ പറയുന്നത് വിവരദോഷികളായ ആളുകൾ മനസ്സിലാക്കും ആ വിധി അവർക്ക് മാത്രം ബാധകമാണ്, നമുക്ക് ബാധകമല്ല. അത് തെറ്റായ വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കലാണ്. അപ്പൊ വിധി ആരുടെ കാര്യത്തിൽ ഉണ്ടായാലും ആ കാരണം നമ്മളിലുണ്ടോ എങ്കിൽ വിധി നമുക്കും ബാധകമാണ്. നേരത്തെ ലഹരിന്റെയും അതുപോലെ തന്നെ ഈ ചൂതാട്ടത്തിന്റെയും ഉദാഹരണം പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുള്ള അബൂ ബുത്തൈൻ അദ്ദേഹത്തിന്റെ അദ്ദുററുസ്സനിയ, ഇതൊക്കെ ഈ ബുക്കും ഈ ഷെയ്ഖിന്റെ പേരൊക്കെ നമ്മൾ നേരത്തെ വായിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഒരാള് പറയാണ് ഈ ആയത്തുകളൊക്കെ ആദ്യകാല മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട വിധിയെ സംബന്ധിച്ച് അവതരിച്ചതാണ്, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹാദ കുഫ്റുൻ അലീമുൻ, അത് കുഫ്റാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇതുപോലെ ഇവർ ന്യായീകരിക്കുന്നത് പോലെ ഈ ആയത്ത് നമുക്ക് ബാധകമല്ല, അത് മക്കയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാണ്, അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു. പൊരുത്തം പറയാണ് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കള്ളിനെ കുറിച്ചാണ്, അത് നമുക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അത് കുഫ്റാകുന്നു. മാ അന്ന ഹാദാ ഖൗലുൻ മാ യഖൂലുഹു ഇല്ലാ ഖൗറുൻ മുർതഖിസുൻ ഫിൽ ജഹൽ, അജ്ഞതയിൽ മുങ്ങിയ ഒരു കാളയല്ലാതെ ഇത്തരം വാക്ക് പറയുകയില്ല, അത്രക്ക് കടുത്ത വിവരക്കേടാകുന്നു. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇസ്ലാമിലുള്ള ശിക്ഷാ നിയമങ്ങളിൽ അധികവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുള്ള ശിക്ഷാവിധികൾ ഇതൊന്നും ഇന്ന് നടപ്പിലാക്കാൻ പറ്റുകയില്ല. കാരണം ആരെക്കുറിച്ചാണോ ആ ശിക്ഷാവിധി ഇറങ്ങിയത് ഓല് കഴിഞ്ഞുപോയി. അങ്ങനെയാണെങ്കിൽ വ്യഭിചരിച്ചവനെ തല്ലാനോ അല്ലെങ്കിൽ എറിഞ്ഞുകൊള്ളേണ്ടവനെ എറിഞ്ഞു കൊല്ലാനോ കട്ടവന്റെ കൈമുറിക്കാനോ അതുപോലുള്ള ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കാനോ സാധിക്കുകയില്ല. കാരണം എന്താ, അത് അന്ന് വ്യഭിചരിച്ച ആളുകളെ കുറിച്ചാണ്, അന്ന് കട്ടവരെ കുറിച്ചാണ്, അത് എമ്മക്ക് ബാധകമല്ല എന്ന് ഈ പറയുന്ന വാദമനുസരിച്ച് പറയേണ്ടി വരും. പിന്നെ ഷേഖ് ഒന്നുകൂടി പറയുന്നുണ്ട്, ചിലപ്പോ ഒരു പക്ഷേ ഇങ്ങനെയും ഈ ആളുകൾ പറയുമോ, നമസ്കരിക്കാൻ പറഞ്ഞത് നബിന്റെ കാലഘട്ടത്തിലുള്ള ആളോടാണ്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് അന്നത്തെ ആളുകളോടാണ്, അതുകൊണ്ട് അതൊന്നും എമ്മക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാം ദിനം ഉണ്ടാവുക. ഇതും പറഞ്ഞ ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അബൂ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ യമാമയിലെ ആളുകൾ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് തരൂല. എന്താ കാരണം? സക്കാത്ത് ഞങ്ങൾ നബി സക്കാത്ത് തരാൻ പറഞ്ഞു, ഞങ്ങൾ കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി, നബി മരിച്ചതിന് ശേഷം ഞങ്ങൾ സക്കാത്ത് തരേണ്ടതില്ല, അബൂ സിദ്ദീഖ് നിനക്ക് ഞങ്ങൾ സക്കാത്ത് തരൂല എന്ന്. അപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ അത് വ്യാഖ്യാനിക്കും, ഞങ്ങൾ നബിക്ക് സക്കാത്ത് കൊടുത്തിരുന്നു, സംഘടിത സക്കാത്ത് തരൂല എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, സക്കാത്ത് തന്നെ തരൂല എന്നാ അവർ പറഞ്ഞത്. കാരണം നബി ചോദിച്ചു, നബിക്ക് കൊടുത്തു. ഇനി അതും പറയുവാണെങ്കിൽ ഖുദ് മിൻ അംവാലിഹിം സദഖ, ഖുർആനിലെ സൂറത്ത് തൗബയിൽ എന്താ പറഞ്ഞത്? ഖുദ്, നബിയെ നീ വാങ്ങുക, അവരിൽ നിന്ന് സക്കാത്ത് വാങ്ങുക. അപ്പൊ നബിയോടല്ല കൽപ്പന, നബി മരിച്ചു, പിന്നെ ആർക്കാ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇസ്ലാം ദീനും ഉണ്ടാവില്ല, ഇസ്ലാമിന്റെ നിയമം ഉണ്ടാവില്ല, ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികളും ഉണ്ടാവുകയില്ല. പറഞ്ഞതിന് ചുരുക്കം വീണ്ടും ആവർത്തിക്കുകയാണ്, ഏത് വിഷയത്തിൽ എന്ത് കാരണത്താൽ എന്ത് വിധി ഇസ്ലാം പറഞ്ഞുവോ ആ കാരണം ആരിൽ എവിടെ എപ്പോഴുണ്ടായാലും ആ വിധി അവർക്ക് ബാധകമാണ്. ആരുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്നല്ല നോക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സംശയം, ഫൈൻ കാല, അതായത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഒരുത്തൻ ഇങ്ങനെ വാദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അവന്റെ സംശയം എന്താ? അൽ കുഫാറു യുരീദൂന മിൻഹും, കാഫിരീങ്ങൾ, ഏതായി കാഫിർ എന്നത്? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന മുശ്രിക്കുകളായ ആളുകൾ പറയാൻ, നബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാഫിറുകൾ യുരീദൂന മിൻഹും, അവർ ആരെ ഇടയാളന്മാരാക്കിയോ അവരെ ഉദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഉപകാര ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ സമസ്തക്കാരൻ ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെ കാലഘട്ടത്തിലെ സമസ്ത പൂരിയായ ഒരുത്തം പറയാണ്, നബിന്റെ കാലഘട്ടത്തിലുള്ള കാഫിരീങ്ങള് ആ കാലഘട്ടത്തിൽ അവരാരോട് വിളിച്ചു പ്രാർത്ഥിച്ചുവോ അവരിൽ നിന്ന് ഉപകാരം കിട്ടാൻ ആഗ്രഹിക്കുകയും ഉപദ്രവത്തെ തടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ അല്ലെങ്കിൽ ഞാനാകട്ടെ എനിക്കങ്ങനെ വിശ്വാസമല്ല. നമ്മളെ നാട്ടിലെ ആൾക്കാരും പറയും അള്ളാഹു
മാത്രമാണ് ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം വരുത്തുന്നവനും നിയന്ത്രിക്കുന്നവനും എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ മക്കയിലെ മുശ്രിക്കിന് കാഫിറിന് അങ്ങനെ വിശ്വാസമുണ്ടായിരുന്നില്ല. അപ്പൊ ഓന്റെ വിശ്വാസവും എന്റെ വിശ്വാസവും ഒരുപോലെയല്ല. ലാ ഉരീദു ഇല്ലാ മിൻഹു, ഞാൻ അള്ളാഹുവിനെ അല്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നല്ലാതെ ഉപകാര ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വസ്സാലിഹൂന ലൈസ ലഹും മിനൽ അംരി ശൈഉൻ, ഞങ്ങൾ വിളിച്ചു തേടുന്ന സാലിഹീങ്ങളായ ഔലിയാക്കന്മാരായ ആളുകൾക്ക് കാര്യത്തിൽ ഒന്നും തന്നെയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായ അധികാരമോ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെന്താ, വലാകിൻ അഖ്സുദുഹും അർജൂ മിനല്ലാഹി ശഫാഅത്തഹും, ഞാൻ ഈ ഔലിയാക്കന്മാരെ ഉദ്ദേശിക്കാൻ കാരണം അള്ളാഹുവിൽ നിന്ന് അവരുടെ ശുപാർശ അനുസരിച്ച് എനിക്ക് കിട്ടും, ഇത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഏത് വലിയനോടാണോ ഏത് പാപ്പയോടാണോ ദുആ ചെയ്യുന്നത് അയാളുടെ ശുപാർശ എനിക്ക് കിട്ടും എന്ന് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ ഈ സാലിഹീങ്ങളോ മരിച്ചു കിടക്കുന്നവരോ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരായ ആളുകളോ ഒന്നും ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ചത് ജാഹിലിയത്തിലെ മുശ്രിക്കുകളായിരുന്നു. ഇത് ഷെയ്ഖിന്റെ കാലഘട്ടത്തിലെ ഖുബൂരികൾ പറഞ്ഞ ന്യായമായിട്ട് പറയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം എന്താ, സമസ്തക്കാരുടെ വിശ്വാസം മമ്പർത്ത തങ്ങൾക്ക് മഴ പെയ്യിപ്പിക്കാൻ കഴിയും, അബ്ദുൽ ഖാദർ ജീലാനിക്ക് അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും, ജീവിപ്പിച്ചിട്ടുണ്ട്. ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. ഇതൊന്നും ജാഹിലിയത്തിലെ മുശ്രിക്കിന്റെ വിശ്വാസമല്ല. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിലും പറഞ്ഞ എന്താ, ഉപകാരോപദ്രവങ്ങൾ ചെയ്യുന്നതും ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നതും അള്ളാഹു തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഈ സാലിഹീങ്ങളോട് ചോദിക്കുന്നത് എന്തിനാ, അത് അവരുടെ ശുപാർശ മൂലം ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ കിട്ടാനാണ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ശഫായത്തിനെ തേടുന്നത് എന്നൊരുത്തൻ പറഞ്ഞാൽ അതിനുള്ള മറുപടി എന്താ, ഈ പറഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ ഈ വാദം ഉന്നയിക്കുന്നവന് ശിർക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അവൻ വിശ്വസിച്ചിട്ടുള്ളത് ശിർക്ക് എന്ന് പറയുന്നത് റുബൂബിയത്തിലാണ് സംഭവിക്കുക, ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല. അപ്പോ അള്ളാഹുവിനെ പോലെ ലോകം നിയന്ത്രിക്കുന്ന ഒരാൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ പോലെ ഉപകാരം ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അത് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമല്ല, അതുകൊണ്ട് ഞങ്ങളിൽ ശിർക്കില്ല, ഞങ്ങൾ മുശ്രിക്കുകളല്ല എന്നാണ് ഈ ആളുകൾ ധരിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ ഉലൂഹിയത്ത് ആരാധന അള്ളാഹുവിനാണ് എന്ന വിഷയത്തിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ ശഫായത്തിനെ ചോദിക്കുന്നത് അതിലെ പെട്ടതുമല്ല, അതുകൊണ്ട് ഞങ്ങൾ മുശ്രിക്കുകളല്ല. അപ്പോൾ ഇവർക്ക് തൗഹീദും മനസ്സിലായിട്ടില്ല, ശിർക്കും മനസ്സിലായിട്ടില്ല. റുബൂബിയത്തിലാണ് ശിർക്കുണ്ടാവുക, ആ ശിർക്ക് ഞങ്ങൾക്കില്ല. ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിക്കില്ല, ഞങ്ങൾ അള്ളാഹു മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്. പിന്നെ എങ്ങനെ ശിർക്ക് വരാൻ? എന്നാൽ ഞങ്ങൾ ഇടയാളന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇടയാളന്മാരെ നിശ്ചയിച്ചത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ച് ഞങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇടയാളനെ നിർത്തി ഇന്ന സാധ്യങ്ങളൊന്ന് ശരിയാക്കി തരണം എന്നൊരാളോട് ആവശ്യപ്പെടുന്ന ഒരു പണിയല്ലാതെ ഞങ്ങൾ ഈ ഔലിയാക്കന്മാരുടെ കാര്യത്തിൽ വേറൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് പറഞ്ഞത്, ഈ സാലിഹീങ്ങൾക്ക് ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രാപഞ്ചിക കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ യാതൊരു അവകാശവും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ശഫായത്ത് ഉദ്ദേശിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ശഫായത്ത് ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഹക്ക്, ജാഹ്, ബറക്കത്ത് എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന അവർക്കുള്ള സ്ഥാനങ്ങൾ, പദവികൾ, അതുപോലെ തന്നെ ശഫായത്തിനുള്ള അധികാരം, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. അത് ചോദിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിന് ശേഖന്റെ മറുപടി എന്താ അറിയാം, അന്നഹാദ ഖൗലുൽ കുഫാരി സവാഅൻ ബിസവാഇൻ. അന്നത്തെ കാഫിരീങ്ങളും ഇന്നത്തെ കാഫിരീങ്ങളും, അന്നത്തെ നബിന്റെ കാലത്തെ മുശ്രിക്കുകളും ശേഖിന്റെ കാലത്തെ മുശ്രിക്കുകളും ഒക്കെ ഒരുപോലെയുള്ള വാക്കൻ, രണ്ടും തമ്മിലൊരു മാറ്റമില്ല. ജാഹിലിയത്തിലെ കാഫറും മുശ്രിക്കും എന്താണോ പറഞ്ഞത് അതേ വാദമാണ് ശേഖിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളും പറഞ്ഞത്. കാരണം ഇതിനപ്പുറത്തൊന്നും മുശ്രിക്കുകൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ പറയുന്ന വാക്ക് ശരിയല്ല. അതിന് അവരോട് ചോദിക്കാനുള്ള ചോദ്യം പിന്നെ ഫഖറ അലൈഹിം ഖൗലഹു തആല, ഈ ആളുകൾക്ക് നീ ഓതി കൊടുക്കുക, ഞങ്ങൾ ഒരു ശിർക്കും ചെയ്യില്ല, ഞങ്ങൾ ഇങ്ങനെ ഇടയാളന്മാരോട് ചോദിക്കുന്നു, അത് ശിർക്കുമല്ല എന്ന് പറയുന്ന ആളുകളോട് നീ ഓതി കൊടുക്കേണ്ട ആയത്ത് സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുക. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിയുക, നേരത്തെ നമ്മൾ ഓതിയ ആയത്താണ്, അള്ളാഹുവിനാകുന്നു കറകളഞ്ഞ കലർപ്പില്ലാത്ത കീഴ്വണക്കം അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടണം. ആ കീഴ്പ്പെടുക എന്നത് തൗഹീദാണ്, അതിൽ മറ്റാരെയും കൂട്ടിക്കലർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദുആ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയ
ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്ന ന്യായം മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. കണ്ടോ, ഇത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളെ ഔലിയാക്കന്മാരെ, ഇവിടെ കണ്ടോ, വിഗ്രഹങ്ങളെയാണ് മക്കയിലെ ആളുകൾ ആരാധിച്ചത് എന്നത് ശരിയല്ല. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്കെന്താ? മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ കല്ലിനെയും ബിംബങ്ങളെയും സ്വീകരിക്കുന്നു എന്നല്ല. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച നബിയുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞിരുന്ന ന്യായം മാ നഅ്ബുദുഹും. അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, കല്ലോ മരമോ ആണെങ്കിൽ ഹും എന്ന് പറയില്ല. ഹും എന്നാൽ അവർ എന്നാണ്. കല്ലോ മരാണെങ്കിൽ അവർ എന്ന് പറയോ? അവ എന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ വാക്ക് ഉപയോഗിക്കണം, നഅ്ബുദുഹ എന്ന് പറയണം. അതല്ല, നഅ്ബുദുഹും, അവരെ, ഔലിയാക്കന്മാരെ ഞങ്ങൾ സ്വീകരിച്ചത് എന്തിനാൽ? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങളൊന്ന് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നു. ഈ ആയത്ത് എന്തിനാ ഇവിടെ ഓതുന്നത്? ഞങ്ങൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നില്ല, ഔലിയാക്കളെ ഉപയോഗപ്പെടുത്തി ഇടയാളന്മാരാക്കി അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇടക്ക് നിർത്തിയത് മാത്രമാണ്, അതുകൊണ്ടത് ഇബാദത്തല്ല ശിർക്കുമല്ല എന്ന് പറയുന്ന വാദം ശരിയല്ല. നബിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളും ഇതേ ന്യായം തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഔലിയാക്കന്മാരെ, ആരെ പോലെ? ഇബ്രാഹിം നബിയെ പോലെ, ഇസ്മായിൽ നബിയെ പോലെ, ഈസാ നബിയെ പോലെ, അതുപോലെ തന്നെ ലാത്തയെ പോലെ, മറിയമിനെ പോലെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഞങ്ങൾ ഇടയാളന്മാരാക്കി നിർത്തിയത് അള്ളാഹിലേക്ക് ഞങ്ങളൊന്നും ഇങ്ങനെ അടുപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നു അന്നത്തെ ആളുകളും പറഞ്ഞിരുന്നത്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വിധി പറയും. എന്നാൽ പരലോകത്ത് അല്ലാഹു തീരുമാനമെടുക്കും. അല്ലാഹു തീർച്ചയായും കളവ് പറയുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുന്ന നിഷേധികളുമായ ആളുകളെ നേർമാർഗത്തിലാക്കുകയില്ല എന്ന് പടപ്പത്. ഈ പറയുന്ന ന്യായം കള്ളമാണ്, അള്ളാഹുവിന്റെ നിയമത്തുകൾ നിഷേധിക്കലാണ്, കുഫറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. അപ്പോ അന്നത്തെ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത മറുപടി എന്തോ അതേ മറുപടി തന്നെയാണ് ഇന്നത്തെ ഇടയാളന്മാരെ സ്വീകരിച്ച ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല, ഞങ്ങൾ ഇടയ്ക്ക് ചില ആളുകളെ നിർത്തിയിട്ട് ഇങ്ങനെ അവർ മുഖേന നേടിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നവരോടും ഓതാനുള്ള ആയത്ത്. രണ്ടാമത്തെ ആയത്ത് നീ അവൻ ഓതി കൊടുക്കണം. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത് ശേഖ് പറയാണ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളോട് ദുആ ചെയ്യുന്ന നബിയുടെ കാലഘട്ടത്തിലെയും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലെയും ആളുകൾ ആരെയാണ് ആരാധിക്കുന്നത്? മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിയാത്തവരെയാണ്. കാരണം അള്ളാഹു ചെയ്യുന്ന കാര്യം സാധിച്ചു കൊടുക്കാൻ, അള്ളാഹു മുടക്കിയ ഒരു കാര്യം നേടിത്തരാൻ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സാധിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും മരിച്ചവനാണെങ്കിലും ശരി, അത് നബിയാണെങ്കിലും റസൂലാണെങ്കിലും വലിയാണെങ്കിലും വലിയത്താണെങ്കിലും ഏത് മഹാനാണെങ്കിലും ശരി, ഇവർക്കാർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ഉപകാരങ്ങൾ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ ആർക്കെങ്കിലും വല്ല മുസീബത്തുകളും പരീക്ഷണങ്ങളും ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നതും അള്ളാഹുവാണ്. അത് തടയുന്നവനും അള്ളാഹുവാണ്, കൊടുക്കുന്നവനും അള്ളാഹുവാണ്. ഇതിലൊന്നും ഒരു ഏർപ്പാടും നടത്താൻ ഈ വിചാരിക്കുന്ന ഔലിയാക്കൾക്കൊന്നും സാധിക്കുകയില്ല. എന്നാൽ ഇങ്ങനെ ഒന്നും നേടിത്തരാൻ കഴിയാത്ത ആളുകളെയാണ് ഏത് കാലഘട്ടത്തിലെയും മുശ്രിക്കുകൾ ആരാധിച്ചത്. അതിനല്ല ഇപ്പം എന്നുള്ളത്. ശൈഖിന്റെ കാലഘട്ടത്തിൽ അത് തന്നെ. മരിച്ചു കബറിൽ കിടക്കുന്നവൻ കേൾക്കാത്ത, അറിയാത്ത. കഴിഞ്ഞ ക്ലാസ്സിൽ ഈസാ നബിയെ ആരാധിച്ച ആളുകളോട് അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുന്നതും ഈസാ നബിയോട് തന്നെ അള്ളാഹു ചോദിക്കുന്ന ചോദ്യവും അതിന് ഈസാ നബിയെ നൽകിയ മറുപടിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരിത് അറിയുന്നതല്ല, ഞങ്ങളെ വിളിച്ചിരുന്നോ, ഞങ്ങൾ ആരാധിക്കുന്നുണ്ടോ എന്ന് ഈ മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന നബിമാർക്ക് പോലും അറിയുകയില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവെ നിനക്കാണ് അറിയുക എന്ന് പറയുന്നത്. അപ്പൊ ഈ കേൾക്കാത്ത, അറിയാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത, മരിച്ചു കിടക്കുന്ന, ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ ചോദിച്ച് അവരെ ഇബാദത്തെടുക്കുക എന്ന് പറയുന്നു. എന്നിട്ട് ഇബാദത്താണ് എന്ന് അവർ പറയുകയില്ല. പിന്നെന്താ പറയാ? വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ് എന്നവർ പറയും. അപ്പോ ഈ ന്യായം എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ, ആകാശഭൂമികളിലുള്ള അള്ളാഹുവിനറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹ് അങ്ങോട്ട് അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളറിയാത്ത വല്ല കാര്യവും ഈ ദുനിയാവിലുണ്ടോ, ആകാശത്തിലുണ്ടോ, ഭൂമിയിലുണ്ടോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ അള്ളാഹുവിന്റെ കൂടെ അടുപ്പിക്കാനോ ശുപാർശക്കാരെയോ സ്വീകരിച്ച് തൗഹീദിൽ കളങ്കം വരുത്തിയ ശിർക്ക് ചേർത്തിട്ടുള്ള ഈ ആളുകളിൽ നിന്ന് അള്ളാഹു ഉന്നതനാകുന്നു
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരെ ആവശ്യമില്ല. അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശുപാർശക്കാരെയും ആവശ്യമില്ല. ഇത് രണ്ടും ശിർക്കാകുന്നു. ആ ശിർക്ക് വെക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു എത്രയോ ഉന്നതനാണ്. ഈ ജാതി ഇടയാളന്മാരെയും ശുപാർശക്കാരെയും അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹു നിശ്ചയിച്ചിട്ടുമില്ല. അപ്പൊ ഈ ആയത്തിലൂടെയും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പറയുന്ന ന്യായങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, അത് തെളിവല്ല. ഇവർ പറയുന്ന ശിർക്ക് തൗഹീദാവുകയില്ല, അതുപോലെ തന്നെ അവർക്ക് രക്ഷപ്പെടാനും സാധിക്കുകയില്ല. ഇനി ശിപാർശക്കാരാണ് എന്ന് പറഞ്ഞാൽ ശിപാർശ ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിലുണ്ട്. ആ ശിപാർശ ശഫായത്ത് എന്ന വാക്കിനെ ശരിയായ അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് തെറ്റായ അർത്ഥത്തിൽ എല്ലാ കാലഘട്ടത്തിലെയും നബിന്റെ കാലഘട്ടത്തിലും പിന്നെയും ഇപ്പോഴുമുള്ള ആളുകളും ആ ശഫായത്തിനെ ഹക്കല്ലാത്ത അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും എന്നിട്ട് അതിനെ ശഫായത്തിന്റെ പേരിൽ ശിർക്ക് നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വസീല, നമ്മൾ മുമ്പ് ആദ്യത്തിൽ വായിച്ചതാണ്, അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. വസീല എന്ന് പറഞ്ഞ സംഗതി ഉണ്ടോ? ഉണ്ട്. എന്താണ് വസീല? രൂപം തിരിഞ്ഞു കാണുന്ന ദവാത്തുകൾ എന്നാൽ രൂപം തിരിഞ്ഞു കാണുന്ന തടികൾ എന്നാണ് പണ്ട് ഈ കേസ മുസ്ലിയാരോ മറ്റിലൊക്കെ ഈ പഴയ മുസ്ലിയാക്കന്മാർ പറഞ്ഞത്. രൂപം തിരിഞ്ഞു കാണുന്ന തടികൾ. അപ്പൊ എന്താ, നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപവും കോലമൊക്കെ ഉള്ള ഔലിയാക്കന്മാരുടെ തടിയെ വസീലയാക്കുക. അപ്പൊ നബിനെ വസീലയാക്കി, അബ്ദുൽ ഖാദർ ജീലാനിയെ വസീലയാക്കി അള്ളാഹിനോട് കാര്യം നേടുക. അങ്ങനത്തെ ഒരു വസീലത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് വസീല തവസ്സുൽ എന്ന് പറയുന്നതുണ്ട്. അതെന്താ? അവനവൻ ചെയ്ത നല്ല അമലുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുക. ഇത് ആ ഗുഹയെ കുടുങ്ങിയ മൂന്നാളുകളുടെ കഥ നമ്മൾ കുത്തുബയിലും ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഗുഹയെ കുടുങ്ങിയ മൂന്നാളുകൾ ഓരോരുത്തരും ചെയ്ത അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അമല് വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോരോ കഷ്ണങ്ങൾ നീങ്ങിപ്പോയി ഗുഹയിൽ നിന്ന് മൂന്നാൾ രക്ഷപ്പെട്ടു. അപ്പൊ സ്വന്തം ചെയ്ത അമലുകൾ മുൻനിർത്തി അതൊരു തവസ്സുലാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നടത്തുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ നല്ല സാലിഹായ മനുഷ്യന്മാരെ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ആ പ്രാർത്ഥനയെ വസീലയാക്കുക. ഒരേ തടിയല്ല, നബിന്റെ തടി കൊണ്ടുള്ള വസീലത്തില്ല. ഇനി ഒരു വലിയനെയും ഇടയാളനാക്കലില്ല. അയാളുടെ ആ വാത്തുകൊണ്ട് വസീലല്ല, നബിന്റെ പ്രാർത്ഥനയാണ് വസീലയാക്കിയത്. ഏത് തെളിവ് ഉദ്ധരിച്ചാലും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഒന്നുകിൽ ലൈഫായിരിക്കും അല്ലെങ്കിൽ ദുർവ്യാഖ്യാനമായിരിക്കും. നബിന്റെ തടിയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ വരൾച്ച ഉണ്ടായപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ നബി അപ്പുറത്ത് കബറിലുണ്ട്. നബിന്റെ ദാത്താണ് വേണ്ടതെങ്കിൽ നബിന്റെ കബറൊക്കെ നബിനോട് ചോദിച്ചാൽ മതി, അല്ലെ അവിടുത്തെ ചോദിച്ചാൽ മതി. എന്നാ നബി അവിടെ കബറിലുണ്ടായിരിക്കെ ജീവിച്ചിരിക്കുന്ന നബിന്റെ മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മയക്ക് വേണ്ടി തേടാൻ ആവശ്യപ്പെട്ടു. അവിടെ നമുക്ക് കാണാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അബ്ബാസ് എന്ന തടി അബ്ബാസ് റളിയല്ലാഹുവിന്റെ തടിയല്ല, ആളെയല്ല വസീലയാക്കിയത്. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. നബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കാണാം. തവസ്സുൽ എന്ന് പറയുന്ന കാര്യമുണ്ട്, ഈ പറഞ്ഞത് ഇതിനപ്പുറത്തില്ല. ഈ തവസ്സുൽ എന്ന കാര്യത്തെ, ആ പദത്തെ ദുർവ്യാഖ്യാനിച്ച് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ നല്ലവരായ മനുഷ്യന്മാരെ ഇടയാളന്മാരാക്കുക, അവരെ വസീലയാക്കുക. അതാണ് രൂപം തിരിഞ്ഞു കാണുന്ന തടികളെ വസീലയാക്കുക എന്ന് പറയുന്നത്. അതായത് ആൾക്കും ആളുടെ കഴിവിനും പദവിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പിന്നെ അതേപോലെയാണ് ഏത് ഈ പറയുന്ന ശഫായത്താകട്ടെ, തവസ്സുലാകട്ടെ, ഇനി ഇസ്തിആനയാകട്ടെ, ഇസ്തിആനത്താകട്ടെ, ഇതൊക്കെ ഖുർആനിലും ഹദീസിലുണ്ട്. പക്ഷെ അതിനെ തെറ്റായ അർത്ഥത്തിലേക്ക് ഈ ആളുകൾ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് ശിർക്കിന് തെളിവാക്കുന്നു എന്നതാണ്. അപ്പൊ 3 സംശയങ്ങളും അതിനുള്ള മറുപടികളുമാണ് ഇവിടെ വിശദീകരിച്ചത്. എന്നിട്ട് ശൈഖ് പറയാണ്, വഅലം അന്ന ഹാദിഹി ശുബഹ അസ്സലാസ ഹിയ അക്ബറു മാ ഇൻദഹു. ഈ 3 സംശയങ്ങളാണ് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഇടയാളന്മാരാക്കുന്ന ആളുകളുടെ അടുക്കലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 സംശയങ്ങൾ. ഈ 3 സംശയങ്ങളെ നീ മനസ്സിലാക്കുകയും അത് അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും അനുസരിച്ച് ഈ ആളുകൾക്ക് നീ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്താൽ, നീ തന്നെ ശരിയായത് മനസ്സിലാക്കുകയും ചെയ്താൽ, ഇതിനു ശേഷം അവർക്കുണ്ടാകുന്ന ഏതൊരു സംശയവും ഈ 3 സംശയങ്ങളെക്കാൾ എളുപ്പമായിരിക്കും. എന്നാൽ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഏതൊരു കാലഘട്ടത്തിലുമുള്ള മുശ്രിക്കുകളുടെ ഖബറിനെയും മരിച്ചവരെയും അള്ളാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 സംശയങ്ങളും മറുപടികളുമാണ് ഇവിടെ സ്വീകരിച്ചത്. അത് ഒന്നുകൂടി പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സംശയമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, അവർ ദുഃഖിക്കുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ടവരല്ല, അവർക്ക് സ്ഥാനങ്ങളും പദവികളും ഉണ്ട്. ഇത് എല്ലാവരും പറയും, ഏത് കാലഘട്ടത്തിലെ ആളുകളും പറയും. അത് പറയണത് എന്തിനാ? ഈ സ്ഥാനവും പദവിയുള്ള ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ന്യായം എന്താ? നിങ്ങൾ പറയുന്ന ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്നതിന് തെളിവായി നിങ്ങൾ ഓതുന്ന
ഓതുന്ന ആളുകൾ ആയത്തുകൾ അത് വിഗ്രഹങ്ങളെ ആരാധിച്ചവരുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ ഔലിയാക്കളോടാണ് ചോദിക്കുന്നത്, അവർ വിഗ്രഹങ്ങളോടാണ് ചോദിച്ചത്. ഇതും പ്രധാനപ്പെട്ട ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. മൂന്നാമത്തേത്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനാണ്, അള്ളാഹു അല്ലാത്ത ആളുകൾ ഉപകാരോപദ്രവങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾ ഉപകാരോപദ്രവങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ആ വാദം തന്നെ തെറ്റാണ്. പിന്നെ അതിനുള്ള മറുപടിയോടെ പറഞ്ഞു. ഇതിനുശേഷം നാലാമത്തെ ഒരു സംശയം ശേഖ് വിശദീകരിക്കാൻ, ഫൈൻകാല, ഈ കുബൂരിയായ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞാൽ, എന്നോട് ചോദിച്ചാൽ, അനലാ അഅ്ബുദു ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും ആരാധിക്കുന്നില്ല. പിന്നെന്താ, വഹാദൽ ഇൽതിജാഉ ഇലൈഹിം വദുആഉഹും ലൈസ ബിഇബാദ, ഔലിയാക്കളോട് ചോദിക്കലും അവരിലേക്ക് അഭയം തേടലും അത് ഇബാദത്തുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഔലിയാക്കളോട് ചോദിക്കുകയോ എന്തെങ്കിലും വിഷമമോ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ അവരിലേക്ക് അഭയം തേടുകയോ ചെയ്യുന്നത് ഇബാദത്തല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുന്നില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നതാണ്. ഒരു സമസ്തക്കാരനോട് അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്യുന്നവനോട്, ജാറത്ത് പോകുന്നവനോട് ഈ അള്ളാഹ് അല്ലാത്ത ആളുകൾ ആരാധിക്കുന്നുണ്ട് വെച്ചാൽ, ഹേയ്, ഞാൻ അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. ഇനി ചിലപ്പോ ദുആ അല്ലാത്തവരോട് പാടുന്നു വെച്ചാൽ സാധാരണക്കാരനായ മനുഷ്യന്മാർ പറയും ദുആ അള്ളാഹ് അല്ലാത്തവരോട് പാടില്ല. എന്നാൽ മൗലിയാമാരോട് ചോദിച്ചാൽ മൗലിയാർ പറയും ദുആ അള്ളാഹ് അല്ലാത്തവരോടും പറ്റും. ഇവിടെ ഇരിച്ചതാണ്, കിതാബിലുണ്ട്. അള്ളാഹ് അല്ലാത്തവർ ദുആ ചെയ്യാൻ പാടുന്ന വെച്ചാൽ അതെ അതെ എന്ന് പറയാൻ എന്താ അത്ര മടി എന്നൊക്കെ ഉത്തരം കൊടുത്ത ആൾക്കാരുണ്ട്. ഇവരെ ബുക്കിന്റെ തിരിച്ചാണ്, 10 പേരുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം എന്ന് പറയുകയും കൽപ്പിക്കുകയും അത് ശിർക്കല്ല എന്ന് വാദിക്കുകയും ചെയ്യും. എന്നാൽ ഇവർ പറഞ്ഞതോ, ഞങ്ങൾ ആ ചോദിക്കുന്നത് ഇബാദത്തല്ല, അതുകൊണ്ട് ശിർക്കുമല്ല. അപ്പൊ അവിടെ നിന്നൊക്കെ എത്രയോ പോയി ഇന്നത്തെ ആളുകൾ. ഈ വാദം ഇതെന്താണ്, ഇവൻ എന്താണ് ഇബാദത്ത് എന്ന് കഴിഞ്ഞ ചോദ്യത്തിന് മറുപടി എന്താ പറഞ്ഞത്, ഈ പറയുന്നവൻ എന്താണ് ശിർക്ക് എന്ന് മനസ്സിലായിട്ടില്ല. ഈ നാലാമത്തെ സംശയം ഉന്നയിക്കുന്ന ആൾക്കോ, ഞങ്ങൾ ഈ അഭയം തേടുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് ഇനി വേണമെങ്കിൽ ദുആ തന്നെ നടത്തിയാലും അത് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ പങ്കുചേർക്കലല്ല, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവന് ഇബാദത്ത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്ന് പറയുന്നത് ഇബാദത്തിൽ പങ്കുചേർക്കലാണ്, ശിർക്ക് വെക്കലാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താകുന്നു, അതുകൊണ്ട് അത് ശിർക്കാകുന്നു എന്ന് ഇവന് മനസ്സിലായില്ല. അപ്പൊ അടിസ്ഥാനം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ശൈഖ് പറയാണ്, ഈ വാദം ഉന്നയിക്കുന്നവരോട് നീ അങ്ങോട്ട് ചോദിക്കണം, അന്ത തുഖിറു അന്നല്ലാഹ ഫറള അലൈക ഇഖ്ലാസൽ ഇബാദ വഹുവ ഹഖ്ഖുഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്, അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് നീ അവരോട് ചോദിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊരു കുബൂരിയോട് ചോദിക്കുക, അല്ലാഹു അല്ലാത്ത വേറെ ആരെങ്കിലും ആരാധിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാലോ പറയും പാടില്ല. അപ്പൊ പിന്നെ ഫൈദാ കാലനാം, അതെ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നവൻ അംഗീകരിച്ചാൽ, നിന്റെ ചോദ്യത്തിന് അതെ എന്നവൻ ഉത്തരം പറഞ്ഞാൽ, പിന്നെ അടുത്ത ചോദ്യം അവരോട് ചോദിക്കണം, എങ്കിൽ പിന്നെ ബയ്യിൻ ലീ ഹാദല്ലദീ ഫറളഹുല്ലാഹു അലൈക, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിന്നോട് അല്ലാഹു നിർബന്ധിച്ച ആ കാര്യം പിന്നെ എന്താ, അതൊന്നും നീ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത്, വേറെ ആർക്കും പാടില്ലാത്ത ഇബാദത്ത്, അതെന്താണ് എന്ന് നീ ഒന്ന് വിശദീകരിച്ചു തരൂ. അതെന്താണ്? വഹുവ ഇഖ്ലാസുൽ ഇബാദ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ ചോദ്യം ചോദിച്ചാൽ ഫൈന്നഹു ലാ യഅരിഫുൽ ഇബാദത വലാ അൻവാഹ, ആ ഇബാദത്ത് എന്താണ്, അതിന്റെ ഇനം എന്താണ് എന്ന് പറഞ്ഞു തരാൻ വിവരം ഉണ്ടാവില്ല. ഓൻ ഇതറിയാം, ഇബാദത്ത് അല്ലാഹ്ക്കേ പാടുള്ളൂ, എന്നാൽ ഞാൻ ഈ ചെയ്യുന്നതോ അത് ഇബാദത്തല്ല. അതിനർത്ഥം എന്താ? ഓൻ ഇബാദത്ത് എന്താന്ന് അറിഞ്ഞുകൂടാ, ഇബാദത്തിന്റെ ഇനങ്ങൾ എന്താന്ന് അറിഞ്ഞുകൂടാ, അതെപ്പോഴാണ് ശിർക്കാവുന്നത് തൗഹീദാവുന്നത് എന്നും അറിഞ്ഞുകൂടാ. എങ്കിൽ ഈ ചോദ്യം ചോദിച്ച ഖുബൂരിയോട് നീ അങ്ങോട്ട് അള്ളാഹുവിന്റെ ആയത്തോതി വിശദീകരിച്ചു കൊടുക്കണം. ഉദൂ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക, തളർറുഅൻ വിനയത്തോടുകൂടിയും, വഖുഫിയതൻ ഗോപ്യമായും, അവൻ അതിരുവിടുന്നവരെ പരിധി ലംഘിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന സൂറത്തുൽ അറാഫിലെ 55-ാമത്തെ ആയത്ത് നീ അവന് ഓതിക്കൊടുക്കുക. ഇവിടെ എന്താ തുടങ്ങുന്നത്? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫൈദാ അലംതഹു ബിഹാദാ ഫഖുൽ ലഹു, ഇത് അവനെ നീ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവനോട് നീ ചോദിക്കുക, ഹൽ ഹുവ ഇബാദത്തുല്ലാഹി തആല, നീ ഈ ചെയ്യുന്ന പണി ദുആ അല്ലാഹുവിനോടേ പാടുള്ളൂ, എന്നാൽ നീ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, ആ ദുആ ചെയ്യൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തല്ലേ എന്ന് നീ അവനോട് ചോദിക്കണം. അപ്പൊ അവൻ രണ്ടാലൊരു മറുപടി പറയാൻ നിർബന്ധിതനാകും. അതെന്താ? ഒന്നുകിൽ അതെ എന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അതെ, ഈ ദുആ അള്ളാഹിനോടെ പാടുള്ളൂ, അപ്പൊ ഞാൻ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് അവർക്കുള്ള ഇബാദത്താണ്, അപ്പൊ ശിർക്കാണ് എന്നവൻ പറഞ്ഞാൽ
പറഞ്ഞാൽ, കാരണം എന്താ, ദുആഉ മിനൽ ഇബാദ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്താണ്. അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർക്കുള്ള ഇബാദത്താണ്. അപ്പൊ അത് ശിർക്കായി. ഫഖുൽ ലഹു, അപ്പോൾ നീ അവനോട് വീണ്ടും പറഞ്ഞു കൊടുക്കണം, ഇദാ അഖറർത അന്നഹാ ഇബാദ, ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്, ആ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ, വദഅഉതല്ലാഹ ലൈലൻ വനഹാറ, രാത്രിയും പകലിലും നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഖൗഫൻ വതമഅൻ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും നീ രാവും പകലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പക്ഷേ ഇടക്ക് നിന്റെ ചില കാര്യങ്ങളിൽ തുമ്മ ദഅഉത ഫീ തിൽക്കൽ ഹാജ, നിന്റേതായ ചില ആവശ്യങ്ങളിൽ നീ നബിയോട് ചിലപ്പോൾ ദുആ ചെയ്യുന്നു, ഔ ഗൈറഹു, അല്ലെങ്കിൽ നബി അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യുന്നു, CM മടവൂരിനോടോ അല്ലെങ്കിൽ മുടുങ്ങാക്കാട്ടിലെ പാപ്പനോടോ ഉമ്മർത്ത് തങ്ങളോടോ ആരോടെങ്കിലും ഒരാളോട്, ഹൽ അശ്റക്ത ഫീ ഇബാദത്തില്ലാഹി ഗൈറഹു, എന്നിട്ട് അവരോട് നീ ചോദിക്കുക. അധിക സമയത്തും അള്ളാഹുവിനോട് ഇബാദത്തെടുക്കുന്നത്. നേരത്തെ മുമ്പത്തെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോട് ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരാണ് ദുആ ചെയ്യുന്നത്. ഇനി വാദത്തിന് വേണ്ടി അംഗീകരിക്കുക, ഇവൻ അധികവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നാൽ അവന്റെ ഒരു പ്രയാസകരമായ കാര്യത്തിൽ നബിയോട്, നബിയെ ഇതൊന്ന് ശരിയാക്കി തരണേ, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പറയണേ എന്ന് പറഞ്ഞ് നബിയോടോ അല്ലാത്ത ഒരാളോടോ നീ ദുആ ചെയ്താൽ ഇത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, അള്ളാഹിനോടേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ദുആയിൽ പെട്ടതാണെങ്കിൽ, ഈ ദുആ കൊണ്ട്, ദുആ അള്ളാഹു അല്ലാത്തവരോട് നടത്തിയത് കൊണ്ട് നീ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു എന്ന ശിർക്കിൽ നീ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് അവനോട് ചോദിക്കുക. ഫലാ ബുദ്ദ അൻ യഖൂല നഅം, ഈ ചോദ്യം ചോദിച്ചാൽ അവൻ പറയേണ്ടി വരും അതെ എന്ന്. കാരണം എന്താ, അവൻ ആദ്യം സമ്മതിച്ചിട്ടുണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്, ദുആ അവന് മാത്രമേ പാടുള്ളൂ എന്ന്, ഞാൻ അള്ളാഹു അല്ലാത്ത ആരെയും ഇബാദത്ത് എടുക്കുന്നില്ല എന്നും അവൻ വാദിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം നീ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അതവർക്കുള്ള ഇബാദത്തല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അത് ശിർക്കല്ലേ? ആണ്. ഫഖുൽ ലഹു, എങ്കിൽ നീ അവനോട് ഒന്നുകൂടി ഓതി കൊടുക്കുക. ഖാല അല്ലാഹു തആല ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ, അറവ് നടത്തുകയും ചെയ്യണം എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫൈദാ തഅല്ലാഹ വനഹർത ലഹു ഹൽ ഹാദിഹി ഇബാദ, അപ്പൊ നീ അള്ളാഹുവിനെ അനുസരിച്ചു എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തി എങ്കിൽ ആ അറവും ഈ നമസ്കാരവും ഇത് അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ലേ എന്നവനോട് ചോദിക്കുക. അപ്പോൾ അവൻ പറയേണ്ടി വരും അതെ, ആ നമസ്കാരവും ഈ അറവും അള്ളാഹുവിനുള്ള ഇബാദത്താകുന്നു. അപ്പൊ പിന്നോട് അവനോട് വീണ്ടും തിരിച്ചു ചോദിക്കണം, ഫഖുൽ ലഹു ഇദാ നഹർത ലി മഖ്ലൂഖിൻ, അള്ളാഹുവിനെ അറുക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ അറുത്താൽ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. എങ്കിൽ പിന്നെ നീ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു നബിക്ക് വേണ്ടിയോ, നബിയുടെ പേരിലോ, ഒരു ജിന്നിന്റെ പേരിലോ, അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റു വല്ലവരുടെ പേരിലോ, എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരിലോ, മമ്പർത്ത് തങ്ങളുടെ പേരിലോ, ഒടുങ്ങാക്കാട്ടിലെ പാപ്പന്റെ പേരിലോ, CM മടവൂരിന്റെ പേരിലോ, ഈസാ നബിയുടെ പേരിലോ, ഇനി മുഹമ്മദ് നബിന്റെ പേരിലോ, മറിയം ബീബിന്റെ പേരിലോ അറവ് നടത്തിയാൽ ഹൽ അശ്റക്ത ഫീ ഹാദിഹിൽ ഇബാദത്തി ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് നമസ്കരിച്ചാൽ അവർക്കുള്ള ഇബാദത്തായി അത് ശിർക്കാകുന്നത് പോലെ അള്ളാഹുവിന് വേണ്ടി അറക്കേണ്ടുന്ന അറവ് പോലെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവർക്ക് വേണ്ടി, അവരുടെ പ്രീതിക്ക് വേണ്ടി, അവർ അടുപ്പിക്കാൻ വേണ്ടി, അവരുടെ ശുപാർശക്ക് വേണ്ടി നീ അറവ് നടത്തിയാൽ അത് അവർക്കുള്ള ഇബാദത്താവുകയില്ലേ? കാരണം അറവ് അള്ളാഹ്ക്ക് വേണ്ടിയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അറവ് നീ അള്ളാഹു അല്ലാത്ത ആളുകൾ തൃപ്തിക്കോ പ്രീതിക്കോ അവരിൽ നിന്നുള്ള രക്ഷക്കോ അല്ലെങ്കിൽ ഉപദ്രവം തടുക്കാനോ വേണ്ടി നടത്തിയാൽ അവർക്കുള്ള ഇബാദത്താവുകയില്ലേ? അപ്പൊ സ്വാഭാവികമായും അവൻ പറയേണ്ടി വരും അതെ, ഈ ദുആ അള്ളാഹു അല്ലാത്തവർക്ക് നടത്തിയാൽ ശിർക്കാണ്, നിസ്കാരം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ ശിർക്കാണ്, അതുപോലെ അറവ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നടത്തിയാൽ അതും ശിർക്കാണ് എന്നവൻ പറയേണ്ടി വരും. വഖുൽ ലഹു അയ്ളൻ, അവരോട് നീ പറയുക, അൽ മുശ്രികൂന അല്ലദീന നസല ഫീഹിമുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച വിശുദ്ധ ഖുർആനിൽ ഏതൊരു മുശ്രിക്കുകളുടെ കാര്യത്തിലാണോ ഖുർആൻ ഇറങ്ങിയത്, ഈ ആയത്തുകളൊക്കെ ഹൽ കാനു യഅബുദുനൽ മലായിക, നബിന്റെ കാലഘട്ടത്തിലെ ഈ ശിർക്കുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ആരെക്കുറിച്ച് ഇറങ്ങിയോ ആ ആളുകൾ യഅബുദുനൽ മലായികത്ത, മലക്കുകളെ ആരാധിക്കാറുണ്ടായിരുന്നുവോ, വസ്സാലിഹീന, ലാത്ത ഉസ്സ മനാത്ത പോലുള്ള സാലിഹീങ്ങളെ ആരാധിക്കാറുണ്ടായി, ലാത്തയെ പോലുള്ള സാലിഹീങ്ങളെ ആരാധിക്കാറുണ്ടായിരുന്നുവോ, ഫലാ ബുദ്ദ അൻ യഖൂല നഅം, അപ്പോൾ പറയും അതെ, അവർ ആരാധിക്കാറുണ്ടായിരുന്നു, മലക്കുകളെ ആരാധിച്ചവരുണ്ട്. അതുപോലെ തന്നെ ലാത്തയെ പോലുള്ള ആളുകളെ അവർ ആരാധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ഈസാ നബി ആരാധിച്ചിട്ടുണ്ട്, കന്യാമറിയമിനെ ആരാധിച്ചിട്ടുണ്ട്, ജൂതന്മാർ ഉസൈറിനെ ആരാധിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതെങ്ങനെ ശിർക്കായി? എന്തുകൊണ്ടത് ശിർക്കാണെന്ന് പറഞ്ഞു അള്ളാഹു? എങ്കിൽ പിന്നെ അവരുടെ അടുത്തൊന്നും എത്താത്ത ഈ ആളുകളെയും ഭ്രാന്തന്മാരായവരെ, കുളിക്കാത്ത, അലക്കാത്ത, പല്ല് തേക്കാത്ത, നഖം നീട്ടിയ, നഖത്തിനുള്ളിൽ ചളി കട്ട പിടിച്ച ഇങ്ങനെയുള്ള ആളുകളെ അവരോട് എങ്ങനെ ദുആ ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ ശിർക്കാകാതിരിക്കും എന്ന് നീ അവനോട് ചോദിക്കണം. അപ്പൊ ഇങ്ങനെ
ഓരോന്നോരോന്ന് ചോദിച്ചാൽ അവന് പിന്നെ ഒരു മറുപടിയും പറയാനുണ്ടാവുകയില്ല. അപ്പൊ പിന്നെ അവനോട് പറയുക ഫഖുല്ലഹു വഹൽ കാനത് ഇബാദത്തുഹും ഇയ്യാഹു ഇല്ലാ ഫിദ്ദുആഇ വദ്ദബ്ഹി വൽഇൽതിജാഇ വനഹവി ദാലിക. അപ്പോ മക്കയിലെ മുശ്രിക്കുകൾ കല്ലിനെ മാത്രമാണ് ആരാധിച്ചത്, കല്ലിനെയാണ് ആരാധിച്ചത്, അതുകൊണ്ടാണ് ഖുർആൻ എതിർത്തത്. ഞങ്ങൾ കല്ലിനെ അല്ല ആരാധിക്കുന്നത്, ഔലിയാക്കളാണ് ചോദിക്കുന്നത്. അത് തന്നെ അവരിൽ നിന്ന് ഉപദ്രവങ്ങൾ അവർക്ക് ചെയ്യാൻ അധികാരമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അവരെ അടുപ്പിക്കാൻ വേണ്ടി ഇടയാളന്മാരായി ശുപാർശക്കാരായി സ്വീകരിക്കുക മാത്രമാണ്. ആ ചോദ്യം ദുആ അല്ല, അത് ഇബാദത്തല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ജാഹിലിയത്തിലെ ഈ ആളുകൾ ഇപ്പറയുന്ന മലക്കുകളെയും ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ ഇബാദത്ത് എടുത്തിട്ടില്ലേ? ഏതൊക്കെ കാര്യത്തിൽ? ദുആന്റെ കാര്യത്തിൽ ഇല്ലേ? ഉണ്ട്. അവരോടൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അവർ അർമ്മ നടത്തിയിട്ടില്ലേ? ഉണ്ട്. അവരോട് അവർ അഭയം തേടിയിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ വയില്ല ഫഹും മുഖിറൂന അന്നഹും അബീദുഹു. ഒന്നുകിൽ അവർ അതെ എന്ന് ഇവർ സമ്മതിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പിന്നെ എന്ത് പറയണം? ആ ആളുകളൊക്കെ അള്ളാഹുവിന്റെ അടിമകളായിരുന്നു. വതഹത്ത ഖഹിരില്ല, അള്ളാഹുവിന്റെ ആധിപത്യത്തിന് കീഴിൽ ആയ ആളുകളാണ് അവർ. വഅന്നല്ലാഹ ഹുവല്ലദി യുദബ്ബിറുൽ അംറ, അള്ളാഹു തന്നെയാണ് ലോകം നിയന്ത്രിച്ചിരുന്നത്. വലാകിൻ ദഅൗഹും വൽതജഉ ഇലൈഹിം ലിൽജാഹി വശഫാഅതി വഹാദാ ലാഹിറുൻ ജിദ്ദൻ. എന്നാൽ അവർ അവരോട് ദുആ ചെയ്തത്, അവരിലേക്ക് അഭയം തേടിയത് അവർക്ക് ശഫാഅത്തുള്ളത് കൊണ്ടും അവർക്ക് സ്ഥാനപദവികളുള്ളത് കൊണ്ടുമാണ് എന്നവർ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ എന്തായി? അത് ശിർക്കായി. അപ്പോ ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചാൽ ഈ ആളുകൾക്ക് അവരുടെ ഇബാദത്തിന് ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കുകയില്ല. ശിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്, അള്ളാഹു അല്ലാത്ത മറ്റാരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിൽ ശിർക്കില്ല, ഞങ്ങൾ മുശ്രിക്കുകളുമല്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ പറഞ്ഞാൽ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാദത്തിനെതിരാണ് അള്ളാഹു അല്ലാത്ത ഈ ഔലിയാക്കളെ ഞങ്ങൾ ഇടയാളന്മാരാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ശുപാർശക്കാരാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അവരോട് ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല എന്ന വാദത്തിന് യാതൊരു അർത്ഥവുമില്ല. കാരണം ഇവര് തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരും ഇനി ഖുർആനിലെ ആയത്തുകളും നമ്മൾ നേരത്തെ ഓതിപ്പോയതാണ്. ദുആ എന്ന വാക്ക് അത് ഇബാദത്ത് എന്ന അർത്ഥത്തിലും അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആയെ സംബന്ധിച്ച് അത് ശിർക്കാണ് എന്നും രണ്ട് നിലക്കും ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുആ അത് ഇബാദത്താണ്, അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അത് അവർക്കുള്ള ശിർക്കാണ്. ഇനി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് നോക്കൂ. അന അഗ്ന ശുറകാഇ അനി ശിർകി മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈറഹു തറക്തുഹു വശിർകഹു. ഞാൻ ഈ പങ്കുകാരായ ആളുകളുടെ ശിർക്കിൽ നിന്ന് ധന്യനാണ്. ആരെങ്കിലും എന്റെ കൂടെ മറ്റു വല്ലവരെയും പങ്കാളിയാക്കുന്ന ശിർക്ക് വെക്കുന്ന വല്ല പ്രവർത്തനവും നടത്തിയാൽ തറക്തുഹു, അവനെയും ആ പങ്കാളിയാക്കിയവനെയും വശിർകഹു, അവനുണ്ടാക്കിയ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവന് ഞാൻ ഒരു പരിഗണനയും നൽകുകയില്ല. എനിക്ക് അതിന്റെ ആവശ്യമല്ല. അള്ളാഹുവിന് ശിർക്കിന്റെ ആവശ്യമല്ല, പങ്കാളിയുടെ ആവശ്യമില്ല, ഒരു സഹായന്റെ ആവശ്യമില്ല, ശുപാർശക്കാരന്റെ ആവശ്യമല്ല. അതുകൊണ്ട് ആ ശിർക്ക് വെച്ചവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഈ ശിർക്കുകാരുടെ ശിർക്കിൽ നിന്ന് ധന്യനാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. ഇതുപോലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ഇഖ്തിയാറുൽ ഊല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഹുവ അസാസുൽ അഅമാലില്ലത്തി ലാ തസ്ബുത്തുൽ അഅമാലു ഇല്ലാ അലൈഹി. അമലുകൾ ഏതൊന്നിന്റെ മേൽ സ്ഥിരപ്പെടുന്നുവോ ആ അടിത്തറക്ക് പറയുന്ന പേരാണ്. ഒരമൽ സ്ഥിരപ്പെടണമെങ്കിൽ അത് സ്വീകാര്യോഗ്യമാകണമെങ്കിൽ എന്താകണം? അള്ളാഹുവിന് മാത്രമുള്ളതാകണം, മറ്റാരെയും അതിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദുആ ഹുവൽ ഇബാദ. അതുപോലെ തന്നെ സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത് അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കേൾപ്പിച്ചത് വീണ്ടും ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം വിശദീകരിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം സൃഷ്ടികളോട് ചോദിക്കുക എന്ന് പറയുന്ന കാര്യം അത് നീ മനസ്സിലാക്കേണ്ടത് ആരോട് ചോദിച്ചാലും അതിലൊരു കീഴ്പ്പെടലുണ്ട്, ഒരു അധമത്വബോധമുണ്ട്, ഒരു നിന്ദ്യതയുണ്ട്, ആവശ്യം പ്രകടിപ്പിക്കലുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ടെന്ന കാര്യം അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, മറ്റാരോടും ചോദിക്കാൻ പാടില്ല. കാരണം ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമാകും. എത്രത്തോളം എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്നത്, ഇവിടെ അത് പറഞ്ഞിട്ടില്ല ഒരു കാര്യവും. പിന്നെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ബൈഅത്ത് കരാർ വാങ്ങിയ കൂട്ടത്തിലും നബിന്റെ ഉപദേശത്തിലും കാണാൻ സാധിക്കും, ലാ തസ്അലുൻ നാസ ശൈഅൻ.
ഏത് മരിച്ച് ഖബറിൽ കിടക്കുന്ന ആളോട് ചോദിക്കുന്നതല്ല. മനുഷ്യന്റെ കഴിവിൽ പെടാത്ത ഒരു കാര്യം ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല. ജനങ്ങളോട് നീ ഒന്നും ചോദിക്കരുത്. നബി സഹാബത്തിനോട് ചെയ്ത കരാറാണ്, ബൈഅത്താണ്. ജനങ്ങളോട് ഒന്നും ചോദിക്കാൻ പാടില്ല. ജനങ്ങളുടെ പക്കലുള്ളത് മോഹിക്കുകയും മോഹിക്കാൻ പാടില്ല എന്നാണ്. ഒരുത്തനത്ത് കുറെ പൈസ ഉണ്ട്, നമ്മളെത്തില്ല, അത് കിട്ടിയ തിരക്കില്ല, അത് കിട്ടിയ തിരക്കില്ല, അങ്ങനെ മോഹം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മോഹമില്ലാത്തവൻ അള്ള തരും. അപ്പൊ നബി എന്താ, നീ ആരോടും ഒന്നും ചോദിക്കരുത്. ആ ഹദീസ് ഉദ്ധരിച്ച അല്ലെങ്കിൽ നബിയോട് ബൈഅത്ത് ചെയ്ത ആളുകളിൽ ഒരു സഹാബിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് ധരിക്കുന്നത്. ഈ ആൾ കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിരപ്പുറത്ത് നിന്ന് കയറോ ചാട്ടവാറോ നിലത്ത് വീണാൽ അത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുതിരപ്പുറത്ത് താഴോട്ട് ഇറങ്ങണം, എന്നിട്ട് എടുക്കണ്ടേ? അപ്പൊ ഇറങ്ങിയിട്ട് എടുത്തിട്ട് പിന്നെ കയറണം. അപ്പൊ അടുത്തൊരാളുണ്ടെങ്കിൽ ഇതൊന്ന് എടുത്തു തരൂ എന്ന് പോലും നബിയോട് ബൈഅത്ത് ചെയ്ത ഈ സഹാബികൾ ചോദിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ കീശയിലെ പൈസ കയറണം, എന്റെ അടുത്ത് കുറെ സാധനമല്ലേ, കുറച്ചെനിക്കുണ്ട് എന്ന് ചോദിക്കുമ്പോലല്ലത്. കുതിരപ്പുറത്തുനിന്ന് താഴേട്ട് വീണ ഒരു വടിയോ കയറോ അത് എടുത്തു തരൂ എന്ന് പോലും നബിയോട് ഈ ബൈഅത്ത് ചെയ്ത സഹാബികൾ ചോദിക്കാറുണ്ടായിരുന്നില്ല. ഇതിപ്പോ വേറൊരുത്തൻ്റെതല്ല, നമ്മുടെ സാധനം വീണതൊന്നും എടുത്തുണ്ട് എന്നത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം. അത് ചോദിച്ചാൽ കുറ്റല്ല. പക്ഷേ തൗഹീദിന്റെ തവക്കുലിന്റെ പൂർണ്ണതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളിൽ ഉണ്ടാകേണ്ട ഗുണമായി പഠിപ്പിച്ചതാണ്. അത്ര പോലും ആ ബൈഅത്തിനെ അവർ സൂക്ഷിച്ചിരുന്നു. ഇത് ശിർക്കാണോ ഹറാമാണോ? അല്ല, ഹലാലാണ്. പക്ഷേ തവക്കുലിന്റെ തൗഹീദിന്റെ പൂർണ്ണതയാണ്. ഒരാളെയും അവലംബിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആരെയും അവലംബിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എത്രത്തോളം അത് ഒഴിവാക്കാൻ പറ്റുമോ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ആരോടും ചോദിക്കാതിരിക്കുക, ആരോടും ആവശ്യപ്പെടാതിരിക്കുക. അതാണ് യഥാർത്ഥ മുഅ്മിന്റെ പൂർണ്ണമായ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, കഴിവിൽ പെടാത്തൊരു കാര്യം, ചെയ്യാൻ പറ്റാത്ത ഒരാളോട് അള്ളാഹു വിലക്കിയ ഒരു കാര്യം, ശിർക്കാകുന്ന കാര്യം, ഒരു നിലക്കും സഹായിക്കാൻ കഴിയാത്ത ഒരുത്തനോട് ചോദിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം കുറ്റകരമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് ഈ പറഞ്ഞതിന്റെ കാതലായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിവും സ്ഥാനവും പദവിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരോട് അഭയം തേടുക മാത്രമാണ് ചെയ്യുന്നത്. അതൊരിക്കലും ശിർക്കാൽ. ഇപ്പൊ നമുക്ക് രക്ഷല്ല, പ്രയാസമുണ്ട്, അപ്പൊ രക്ഷ തരണേ എന്നൊരാളോട് ചോദിക്കുന്ന അത്ര തന്നെ മരിച്ച ഒരാൾ ചോദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ഞങ്ങൾക്ക് സഹായം ചെയ്യണം, അവന്റെ കഴിവപ്പെട്ടതല്ല എങ്കിൽ പോലും അയാൾക്ക് അള്ളാഹ് കൊടുത്ത കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ അള്ളാഹു കൊടുത്തുകൂടെ എന്ന്, അല്ലെങ്കിൽ അയാൾക്ക് സ്ഥാനമുണ്ടല്ലോ, പദവിയുണ്ടല്ലോ, വലിയാണല്ലോ എന്നൊക്കെ വെച്ചുകൊണ്ട് ചോദിച്ചാൽ അതൊരു അഭയം ചോദിക്കൽ മാത്രമാണ്, അത് ശിർക്കല്ല എന്ന് വാദിക്കുന്ന വാദവും തെറ്റാണ്. കാരണം എന്താ, അഭയം തേടുക എന്നത് രക്ഷ തേടുക, ഇസ്തിആദ എന്ന് പറയുന്ന അർത്ഥത്തിൽ പെടും എന്ന് പൂർവികരായ പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള ആളുകൾ ഇതുപോലുള്ള പദങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ചില പദങ്ങളെ അതിന്റെ യഥാർത്ഥ രീതിയിൽ നിന്ന് മാറ്റി ശിർക്കിന് വേണ്ടി വ്യാഖ്യാനിക്കുക എന്ന കാര്യങ്ങളാണ് അന്നും ഇന്നും ശിർക്കിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ ഇത്തരം സംശയങ്ങൾ ഇതൊക്കെ നമ്മൾ നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു തൗഹീദുള്ള മനുഷ്യന് 1000 ഖുബൂരി മുസ്ലിയാക്കന്മാരെ തോൽപ്പിക്കാൻ സാധിക്കും. മുസ്ലിയാക്കൾ എന്നതിൽ പറഞ്ഞില്ലെങ്കിലും ഉലമാ അൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിലെ പുരോഹിതന്മാരെ, പണ്ഡിതന്മാരെ തോൽപ്പിക്കാൻ തൗഹീദുള്ള ഒരു മനുഷ്യന് സാധിക്കും, സാധാരണക്കാരൻ. കാരണം എന്താ, തൗഹീദ് ഹഖാണ്, ശിർക്ക് തന്നെ ബാത്തിലാണ്. ബാത്തിൽ ഒരിക്കലും വിജയിക്കുകയില്ല, ഹഖ് എന്നും നിലനിൽക്കും. ഹക്കിനെയും ഹക്കിന്റെ ആളെയും അല്ലാഹു സഹായിക്കും. അപ്പോ ഹഖ് തകരുകയില്ല. അതുകൊണ്ട് ഹഖ് പഠിച്ച തൗഹീദാകുന്ന ഹഖ് മനസ്സിലാക്കിയ ഒരു സാധാരണക്കാരന് ഏത് മുസ്ലിയാരെയും നേരിടാൻ സാധിക്കും. അതോടുകൂടി നമ്മൾ അതിന്റെ കൂടെ വാചകം കൂടി വായിച്ചിട്ടുണ്ട്, ഇൽമില്ലാത്ത എന്നാൽ തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന ഒരുത്തരം പേടിക്കണം. അതിന്റെ അടുത്ത വാചക നമ്മൾ വിശദീകരിച്ചു ഏതാ, ഞാൻ വലിയ തൗഹീദിന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, ഈ പറയുന്ന ആളുകളുടെ ന്യായത്തിന് എന്ത് മറുപടി പറയണം എന്ന് മനസ്സിലാക്കാത്ത ഒരുത്തൻ ആയുധമില്ലാതെ ശത്രുവിനെ നേരിടുന്നത് പോലെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മള് വളരെ രസകരമായ ചർച്ചകളാണ് ഈ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഇവിടെ അടുത്തവിടെയുള്ള സ്ഥലമുണ്ട്, ഈ ഉടുക്കങ്ങൽ ആ ഭാഗത്തുള്ള എന്താണ് കുരുവട്ടൂർ നൗഷാദ് ഹസൻ, ഈ ആളും എ പി വിഭാഗത്തിന്റെ ആളുകൾ തമ്മിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ കാണാം. ഓല അങ്ങോട്ടും ഇങ്ങോട്ടും തൗഹീദ് പഠിപ്പിക്കുകയാണ്. അപ്പൊ നൗഷാദ് ഹസനെ മറ്റേ കൂട്ടർ തൗഹീദ് പഠിപ്പിക്കുന്നു. ഇവര് നൗഷാദ് ഹസനും ടീമും അങ്ങോട്ട് പേരോന്റെ കൂട്ടരെയും തൗഹീദ് പഠിപ്പിക്കുന്നു. ഇതിൽ പറയുന്നുണ്ട്, നൗഷാദ് ഹസനി പറയുന്നത് മറ്റൊരു ഇങ്ങോട്ട് പഠിപ്പിച്ചു, നിങ്ങൾ പറയുന്നത് തൗഹീദല്ല. നൗഷാദ് ഹസനി പറയുന്നത് തൗഹീദല്ല, ഏത് CM മടവൂരിന് മുദബ്ബിറുൽ ആലമാണ്, ലോകം നിയന്ത്രിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് തൗഹീദല്ല പറയുന്നത്. ഒരു വടിത്തങ്ങൾ എന്നിട്ടാണ് കളിക്കുന്നത്. ഒരാള് വടി പിടിച്ചുകൊണ്ട് വടിത്തങ്ങൾ, പേരെന്താ അഹിൽ ബുഖാരി എന്ന് പറയുന്നത് വടിത്തങ്ങൾ. അപ്പൊ ഈ വടിത്തങ്ങളെ സ്റ്റേജിലിരുത്തി നൗഷാദ് ഹസനി പ്രസംഗിക്കാൻ കൊണ്ടുവന്നതാണ്. എന്നിട്ട് നൗഷാദ് ഹസനിന്റെ സ്റ്റേജിൽ നൗഷാദ് ഹസനി വിളിച്ചു വരുത്തിയ വടിത്തങ്ങള് പ്രസംഗിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, ആദ്യം വഹാബിയാകണം, മുജാഹിദാകണം,
എന്നിട്ട് സുന്നിയാണോ, അപ്പോഴേ തൗഹീദ് ഉണ്ടാവുള്ളൂ. ഇത് മുജാഹിദ് എന്നിട്ട് വേണം ഇങ്ങോട്ടാകാൻ. അപ്പം മറ്റോൻ പേരോട് വഹാബിയ എന്ന് പറഞ്ഞാൽ മറുപടിയാണ് എന്നാണ് ഒരു വ്യാഖ്യാനിക്കുന്നത്. ഇതിൽ പറയുന്നൊരു വിഷയമുണ്ട്, കൊടുത്ത കഴിവ് കൊടുക്കാത്ത കഴിവ് എന്നൊരു വാദം ഉണ്ടല്ലോ. അള്ള കൊടുത്ത കഴിവ് എന്നൊരു സാധനമല്ല, കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കാൻ വലിയവരുണ്ട്. മക്കാ മുശ്രിക്കും അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, കൊടുത്ത കഴിവ് തന്നെയാണ്. സ്വന്തം കഴിവുണ്ടെന്ന് മക്കയിലെ മുശ്രിക്കും വാദിച്ചിട്ടില്ല. അപ്പൊ ഈ നൗഷാദ് ഹസനി പറയുന്നത് അള്ളാഹു CM മടവൂരിന് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. കഴിവില്ലാന്ന് മറ്റൊരുക്കും അതല്ല, കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കഴിവുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ മേലെ അള്ളാന്റെ ഒരു കഴിവുണ്ട് എന്നാണ് AP വിഭാഗത്തിലെ പേരുള്ളപ്പോൾ ആളുകൾ പറയുന്നത്. നൗഷാദ് ഹസന്റെ വാദം കൊടുത്താ പിന്നെ അതിന്റെ മേലുള്ള അള്ളന്റെ നോക്കേണ്ടിയില്ല, കൊടുത്താ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നൊരു ഉദാഹരണം പറയാണ്, ഒരു മൊബൈല്, ഞാനൊരു മൊബൈൽ ഒരാൾക്ക് കൊടുത്തു. മൊബൈൽ കൊടുത്താൽ പിന്നെ അയാൾക്കത് ഓണാക്കാനും ഓഫാക്കാനും വേറൊരാൾ വിളിക്കാനും പൂട്ടാനും തുറക്കാനൊക്കെ എന്നോട് ചോദിക്കണോ? തന്ന ആളോട് ഇല്ല. എന്നാ പിന്നെ കൊടുത്തു അറിയണം. അതാണ് നൗഷാദ് ചോദിക്കുന്നത്. പിന്നെ കൊടുത്തു അറിയണ്ടല്ലോ. ഞാൻ മൊബൈൽ എനിക്ക് തന്നു തന്നാൽ പിന്നെ ആർക്ക് കൊടുത്തോ ഓനത് ഓണാക്കുക ഓഫാക്കുക, ഇഷ്ടമുള്ളവനെ വിളിക്കുക, ചാർജ് ആക്കുക, എന്ത് ചെയ്യുക, നെറ്റ് കയറ്റാ, ചാറ്റ് ചെയ്യപ്പോ ചെയ്യുക. അതിന് പിന്നെ തന്ന ആള് അനുവാദം ആവശ്യമല്ല. ഇതുപോലെയാണ് CM മടവൂരിന് അള്ളാഹു ഭൂമിന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നല്ലോ. പിന്നെ ഏൽപ്പിച്ച പിന്നെ എന്തിനാ അള്ളാഹോട് ഇരിക്കുന്നത്? പിന്നെ മടവൂരിന്റെ സ്വന്തം അധികാരമാണ്. എവിടെ എത്തി വാദം? ഇപ്പൊ ഈ മക്കയിലെ മുശ്രിക്കുകൾ പോലും എന്തില്ല, മുദബ്ബിർ ആരാന്ന് വെച്ചാൽ അള്ളാഹ്. ലോകത്തൊരു ചുക്കും ചെയ്യാൻ ഇവർക്ക് ആർക്കും കഴിയില്ല എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. എന്നാൽ ഇവിടെ എവിടെ എത്തി? അള്ള പോലും പുറത്തായി. അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ മടവൂരിന് ലോകം സ്വന്തമായി നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിമാനമൊക്കെ തിരിച്ചെടുക്കുന്നത്. തീവണ്ടി ഒറ്റടിക്ക് പിന്നെ ഇങ്ങനെ ബസ്സൊക്കെ നിർത്തണമാതിരി ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ് അല്ലെ. വിമാനം എയർപോർട്ട് മാറ്റിയിട്ട് അപ്പുറത്തിറക്കും. ആശുപത്രിയിൽ നിന്ന് സുഖപ്പെടുത്തി കൊണ്ടുവരുന്നു. പിന്നെ ജയിൽ പുള്ളിനെ ജയിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരൊന്നും കാണാൻ തന്നെ കണ്ടിട്ടും പിടിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടു. ഇതൊക്കെ സൗദി ജയിലിൽ സംഭവിച്ചതിന് ബലി വരുന്ന കഥയിലുണ്ട്. എന്തെല്ലാം കഥകളാണ്. എന്റെ നാട്ടിലുണ്ട്, കിഡ്നി പോയിട്ട് അല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു പെണ്ണിനെ CM മടവൂർ ജീവിപ്പിച്ചു. ഇപ്പോഴും ജീവിച്ചില്ല, പെണ്ണിപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അത് ബിലുണ്ടാക്കിയ കഥയാണ്. ഈ എന്താണ് CM കാഫില എന്നിട്ടൊരു ഒരു ചാനലുണ്ട്, അതിൽ ജാതി വെറും കഥകളാണ്. അതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മടവൂർ കാഫില. അപ്പോ ഈ പെണ്ണിന്റെ ഭർത്താവിനോട് എന്റെ നാട്ടിലുള്ള ഒരു മുജാഹിദ് എടുത്താൻ ഫോൺ ചെയ്ത് ചോദിച്ചു, അല്ല അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്, നിങ്ങളെ പെണ്ണുങ്ങൾ മരിച്ചെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ CM മടവൂർ മരിച്ചിട്ടില്ല എന്നുണ്ട്, അങ്ങനെ ജീവണ്ടായി ഇപ്പോൾ ജീവിതം. അതൊക്കെ ആരോ വരുന്നതാണ്. ഇത് ഈ പെണ്ണിന്റെ ഭർത്താവ് പറയാ. അതൊക്കെ ഓല നിലനിൽപ്പിന് വേണ്ടി ഏതോ ചങ്ങായിമാർ വരുന്നതാണ്. അതൊന്നും വസ്തുതല്ല. എന്തിന്റെ ഓഡിയോ അയാളയച്ച നാട്ടിലെ ഗ്രൂപ്പിൽ വന്നതാണ്. അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ അതിനായിട്ട് കുറെ പടപ്പുകൾ ഇറങ്ങിക്കാൻ, ആളുകളെ ചുരുക്കിലാക്കാൻ. എന്നിട്ട് അതല്ല രസം, ഈ ആളുകളൊക്കെ തൗഹീദിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ചർച്ച നടന്നു ഈ അടുത്ത ദിവസങ്ങളിലായിട്ട്. ആ ഗ്രൂപ്പിൽ ഈ പറയുന്ന സൂപ്പർ സലഫികൾ എന്ന് പറയുന്ന ആളുകൾ പറയാണ്, സമസ്തക്കാർ മുഴുവൻ അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾ ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുമല്ല, മുജാഹിദുകളിലുള്ള സലഫികളെക്കാൾ കൂടുതൽ തൗഹീദുള്ളവർ ആരുടെ കൂട്ടത്തിലുണ്ട്? സമസ്തക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഇത് കേരളത്തിലുള്ള തൗഹീദുള്ള മുജാഹിദുകളെക്കാൾ തൗഹീദുള്ളവർ ആരുടെ കൂട്ടത്തിലുണ്ട്? സമസ്തക്കാരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഞങ്ങളുടെ